കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തി. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങും. അതേസമയം കർവാർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചുവെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. 4 മണിയോടെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് മന്ത്രി നേരത്തെ പറഞ്ഞത്. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാലുടൻ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്നും ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഡ്രഡ്ജിംഗ് നടത്തുമെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ പറഞ്ഞു. 1 बजे के अंदर हम लोग का कंप्लीट हो जाएगा, 1 o'clock का हम लोग कंप्लीट हो जाएगा. हम लोग 10 दिन का प्रोग्राम है, पहला 3 डेज का है, उसके बाद वो लोग सेकंड स्टेप है 7 टोटली 10 डेज. नहीं ओनली डे लाइट ओनली नाइट नहीं होएगा, इट इज नॉट पॉसिबल. बिकॉज हम लोग को नाइट में अगर हम लोग കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിച്ചേർന്നിട്ടുണ്ട്. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെയാണ് ഡ്രഡ്ജിംഗ് തുടങ്ങുക. കർവാർ ജില്ലാ കളക്ടറുമായി സംസാരിച്ചുവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രനും അറിയിച്ചു. ഇന്ന് വൈകിട്ടോടെ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് മന്ത്രി നേരത്തെ പറഞ്ഞത്. അതേസമയം അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്നും ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ ഡ്രഡ്ജിംഗ് നടത്തുമെന്നും ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത്. ഏതായാലും ഒരു പ്രതീക്ഷയോടെ വീണ്ടും അർജുനൻ്റെ തിരയാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഡ്രഡ്ജിങ്ങിലൂടെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ലോറിയുടെ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ ഉള്ളത്. സിജു കണ്ണനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിജു, ഈ ഡ്രഡ്ജിങ് തുടങ്ങിയോ? എന്താണ് വിശദാംശങ്ങൾ? തെരച്ചിൽ നാളെ മാത്രമേ എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാർവാർ സതീഷ് സെയിൽ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. 30 കൂടി തന്നെ ഡ്രഡ്ജിങ്ങിന് സജ്ജമായി. ഡ്രഡ്ജർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ സ്ഥലം MLA ഉൾപ്പെടെ ആളുകൾ അധികൃതർ എത്താത്തതിനെ തുടർന്ന് അവരുടെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇന്ന് ഈ നിശ്ചിത സ്ഥലത്തേക്ക് ഡ്രഡ്ജിങ്ങിനായി ഇത് കൊണ്ടുപോകാത്തത്. ഇപ്പോൾ ഇവിടെ ചെറിയ പൂജ ഡ്രഡ്ജർ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് 500 മീറ്റർ അല്പസമയത്തിനകം ഡ്രഡ്ജർ നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അവിടെ എത്തി കൃത്യസ്ഥലത്ത് നങ്കൂരമിട്ടതിന് ശേഷം നാളെ മുതൽ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം ഈ സമയമാണ് ഇവർക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് മാത്രമായിരിക്കും തെരച്ചിൽ നടത്തുക. മണ്ണും അതോടൊപ്പം തന്നെ മരങ്ങളും കല്ലുമെല്ലാം നീക്കുന്ന പ്രവൃത്തി നടക്കുന്നത് ഈ സമയത്തായിരിക്കും. വൈകുന്നേരം 6 മണിക്ക് ശേഷം തെരച്ചിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ 8 മണിക്കായിരിക്കും ആരംഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 ദിവസം തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേലിയേറ്റ സമയത്ത് തെരച്ചിൽ നടത്തുന്നത് പ്രായോഗികമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഈ സ്ഥലത്തെത്തി ഡ്രഡ്ജർ നങ്കൂരമിട്ടാൽ മാത്രമേ, പരിശോധന നടത്തിയാൽ മാത്രമേ മനസ്സിലാകൂ. പരമാവധി വേലിയിറക്ക സമയത്ത് പരിശോധന നടത്തും, മണ്ണ് നീക്കി പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഡ്രഡ്ജർ തൊട്ടപ്പുറത്തുള്ള 500 മീറ്റർ അപ്പുറത്തുള്ള അപകടം നടന്ന സ്ഥലത്തേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിച്ചേർന്നു. അധികൃതരുടെ നിർദ്ദേശം കിട്ടിയാൽ ഡ്രഡ്ജിംഗ് തുടങ്ങും. നാളെ മുതൽ ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ.